ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നാളെ വരുന്ന പാക്സ് നാളെ എന്തൊക്കെ വരും. നാളെ വ്യാഴാഴ്ച കൊണ്ട് എല്ലാവർക്കും പറയാൻ അപ്ഡേറ്റ് ആണല്ലോ. നാളെ എന്തൊക്കെ വരും ഒക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണേ. അപ്പോൾ നാളെ വരുന്ന പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാണെന്നാണ് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്. ലാസ്റ്റായിട്ട് കിട്ടിയ അപ്ഡേറ്റ് പ്ലെയർ ഓഫ് ദി വീക്ക് ഇതാണ്. അപ്പോൾ നമുക്കിനി ഇത് ആരൊക്കെയാണെന്ന് നാളെ കണ്ടറിയാം. അല്ലാതെ നമുക്ക് ഇനി ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അടിപൊളി പ്ലേയേഴ്സ് ആരെങ്കിലും ആകാം, ചിലപ്പോൾ സാധാരണ തന്നെ സൂപ്പർ സബ് എന്നുള്ള ഇതിലും അറ്റാക്കിംഗ് ഫുൾ ബാക്ക് എന്നുള്ള ഇതിലും അറ്റാക്കിംഗ് മിഡിൽ ഫീൽഡറുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാം. നാളെ ആകുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ നാളെ എന്തൊക്കെ വരുന്നൊക്കെ ചോദിച്ചാൽ വേറെ ഒന്നുമല്ല. ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നാളെ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. എന്ത്? വേറെ ഒന്നുമില്ല, ഇത് തന്നെ, ഈ മാച്ച് പാസ്. നമുക്ക് മാച്ച് പാസ് നാളെ അൺലോക്ക്ഡ് ആവും. എന്ന് പറയുമ്പോൾ എത്രാം തീയതിയാണ്? 18-ാം തീയതി. നാളെ 19/2 നമുക്കിത് അൺലോക്ക് ആവും. നാളെ രാവിലെ 7:30 അൺലോക്ക് ആവും. പക്ഷെ നാളെ മെയിൻ്റനൻസ് ഉണ്ടാകുന്നതുകൊണ്ട് 7:30 അൺലോക്ക് ആയാലും കളിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഇത് മൊത്തം തീർക്കുമ്പോൾ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് കിട്ടും. അപ്പോൾ അതിൽ കയറിയൊക്കെയാൽ നമുക്കറിയാം എത്ര ആൾക്കാരൊക്കെ ഉണ്ടുള്ളത്. ഞാൻ അപ്പോൾ കാണിച്ചില്ല ഗൈസ്. ആകെ 3 ആൾക്കാരേ ഉള്ളൂ. 3 ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൽ പോയിട്ട് അങ്ങോട്ട് പോയാൽ 3 ആളുണ്ടാവും. 3 ആളുക. ഇതാണ് സംഭവം. നെയ്മർ, പിന്നെ ലീ കാങ്ങിൻ, സെമിൻ, കിസ്റ്റോയ് അങ്ങനത്തെ പേര്. അപ്പം നെയ്മറിനെയാണ് എല്ലാവരും എടുക്കുക. എനിക്കറിയാം, ബ്ലിറ്റ്സ് സ്കോളർ സാധനം കൂടിയാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ട്രിക്സ്റ്റർ, മേജിംഗ് റണ്ണ്, പിന്നെ സ്പീഡ് ബുള്ളറ്റ്, എൻസ്യൂർ റണ്ണ്, ഇതൊക്കെ അങ്ങനെ കൂടും. ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇത് പിന്നെ ട്രെയിനിങ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുകയാവും. ഇന്നസെൻറ്റ് ആണ്. വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ ആണ്. അപ്പോൾ തന്നെ നമുക്ക് മതി. വീക്ക് ഫുട്ട് യൂസേജ് എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. പിന്നെ ബോൾ പ്രൊട്ടക്ഷൻ ആണ് ആകെയുള്ള ഒരു ബൂസ്റ്ററുള്ളത്. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാർസൽ ടേൺ, സൊംബ്രാറോ, കട്ട് ബിഹൈൻഡ് ടേൺ, ലോങ് റേഞ്ച് കോളർ, ബ്ലിറ്റ്സ് കോളർ, നോലു പാസ്, പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ്, ഗെയിംസ്മാൻഷിപ്പ് അതാണ് ഉദ്ദേശിച്ചത്. അതും നെയ്മറിന് ഉള്ള സ്കിൽസിൽ വരുന്നത്. നെയ്മറിന് എടുക്കുന്നവർ നെയ്മറിന് എടുക്കാം. പിന്നെ ലീ കാങ്ങിൻ ഫിനോമിനൽ പാസിനുള്ള സ്കില്ലുകൊണ്ടാണ് വരുന്നത്. റൊമൈൻ ഫ്ലാങ്ക് ആണ്. നമ്മൾ പറഞ്ഞ അതുകൊണ്ട് നെയ്മറിനത് വേറെ നോക്കിയില്ലല്ലോ. റൊമൈൻ ഫ്ലാങ്ക് ആണ്. അവിടെ ക്രിയേറ്റീവ് പ്ലേ നോക്കാം. പിന്നെ ലീ കാങ്ങിന് റൊമൈൻ ഫ്ലാങ്ക് ആണ്. വേണ്ടവർക്ക് എടുക്കാം. ട്രിക്സ്റ്റർ, മേജിംഗ് റണ്ണ്, പിന്നെ ഇൻസ്യൂസ് റണ്ണ്, ലോങ് ബോൾ എക്സ്പോർട്ടാണ്, എയർലി ക്രോസർ ആണ്. പിന്നെ ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് ഒഫൻസ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൂസ്റ്ററും കൂടിയാണ് കൂടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. ഡബിൾ ടച്ച്, മാർസൽ ടേൺ, ലോ കൺട്രോൾ, 1 ടച്ച് പാസ്, ടൈം ടു പാസിങ്, പിൻ പോയിന്റ് ക്രോസിങ്, ഔട്ട് സൈഡ് കോളർ, ഫിനോമിനൽ പാസ്, ലോ ലോഫ്റ്റഡ് പാസ്, ഗെയിംസ്മാൻഷിപ്പ്. അതുകൊണ്ട് ഫിനോമിനൽ പാസ്സാണ് മെയിനായിട്ടുള്ള സ്കില്ല്. അപ്പോൾ ഈ നെയ്മറിൻ്റെ എല്ലാവർക്കും ഒരു അറ്റാക്ക് മിഡിൽ ഫീൽഡർ, ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ നിൽക്കാൻ കഴിയും ഗൈസ്. അറ്റാക്ക് മിഡിൽ ഫീൽഡർ, സെൻട്രൽ മിഡിൽ ഫീൽഡർ, ലെഫ്റ്റ് വിങ് ഫോർവേഡ് നെയ്മറിന് കഴിയുന്ന പൊസിഷനാണ്. പിന്നെ അതേപോലെ തന്നെ ലീ കാങ്ങിന് കിട്ടുന്ന പൊസിഷൻ റൈറ്റ് മിഡിൽ ഫീൽഡർ, സെൻട്രൽ മിഡിൽ ഫീൽഡർ, അറ്റാക്ക് മിഡിൽ ഫീൽഡർ, സെൻട്രൽ ഫോർവേഡ് എന്നീ 4-5 പൊസിഷനുകൾ കളിക്കുന്നതാണ് ലീ കാങ്ങിന്. പിന്നെ ഇതെടുത്താലൊന്നും ആലോചിച്ചു. പക്ഷേ നെയ്മറിനെ കണ്ടുപോയി എന്താണ് സെമി ഷോയി. അപ്പോൾ ഞാനെന്തായാലും സെൻട്രൽ ഫോർവേഡ് മാത്രമേ കളിക്കുള്ളൂ. ഗോൾ പോച്ചർ, മേജിംഗ് റണ്ണ്, സ്പീഡിങ് ബുള്ളറ്റ്, ഇൻസ്യൂർ റണ്ണ്, പിന്നെ ബൂസ്റ്റർ വരുന്നത് സ്ട്രെങ്ത്തുമാണ്. അതുപോലെ സിസർ ഫെൻറ്റ്, ഡബിൾ ടച്ച്, കട്ട് ബിഹൈൻഡ് ടേണ്, സോൾ കൺട്രോൾ, ലോങ് റേഞ്ച് കോളർ, ഡിപ്പിംഗ് ഷോട്ട്, അക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ടും ഉണ്ട്, ഫിനോമിനൽ ഫിനിഷിങ്ങും ഉണ്ട്, സൂപ്പർ പോകും. ഫിനോമിനൽ ഫിനിഷിങ്ങും അക്രോബാറ്റിക് ഫിനിഷിങ് തന്നെ വലുതാണ്. അതൊന്നും പറയാനുണ്ട്. സ്കില്ലും എല്ലാം ഉണ്ട് സെൻട്രൽ ഫോർവേഡിന്. നെയ്മർ എന്താ പറയുക, MSN വന്ന നെയ്മറൊക്കെ ഉള്ളവർക്ക് ഞാൻ പറയാം, ഈ ഫിനോമിനൽ ഫിനിഷിംഗ് ഉള്ളവനെ എടുക്കാനാണ്. നല്ലൊരിതാണ്. പിന്നെ ഇതേമാതിരി തന്നെ നോമിനേറ്റ് കോൺട്രാക്റ്റ് ഇപ്രാവശ്യം വന്നില്ല, ഞാൻ നോക്കിയില്ല. എനിക്ക് 5 സ്റ്റാർ ഒന്നുമില്ല ഗൈസ്.
പാമ്പറിന് എടുത്തോളി വേണ്ട ഒരു പാമ്പർ നല്ലൊരു കാർഡാണ്. അതൊക്കെ തന്നെ വളരെ പിന്നെ നാളെ വരാൻ സാധ്യതയുള്ളത്. നീ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഒന്നും പറയണ്ട, റൂമറാണ് കേട്ടോ. ചിലപ്പെങ്കിലേ വരുള്ളൂ, വന്ന സാധനം പൊളിക്കും. അപ്പോൾ നിങ്ങൾ ചേർക്കും ഇത് എക്സ്ചേഞ്ച് ആവും. എക്സ്ചേഞ്ച് തന്നെ ഇയാൾ കുറേ നേരമായിട്ട് പറയണ്ട്. എക്സ്ചേഞ്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ വന്ന് ഇപ്പോൾ തന്നെ ഒന്നും വരില്ല. പക്ഷേ ഇത് വേറെ സാധനം, സൂപ്പർ ലീഗ് വരണ്ടിട്ടുള്ള സാധനം. സൂപ്പർ ലീഗ് വന്നാൽ നമുക്ക് ലാഭം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളിപ്പോൾ സൂപ്പർ ലീഗ് കേട്ട് എപ്പോഴാണ് ഈ ബ്ലാസ്റ്റേഴ്സ് അങ്ങനത്തെ സൂപ്പർ ലീഗ്? ആ സൂപ്പർ ലീഗ് അല്ല. ബ്ലാസ്റ്റേഴ്സൊക്കെ ചിലപ്പോഴും ടീം ഉണ്ടാവും, മോഹമ്പകനൊക്കെ ഉണ്ടാവും. എന്താ പറയുക, നമ്മൾ ഒരു ടീമിൻ്റെ മാനേജറായിട്ട് മീൻസ് ഇപ്പോൾ ബാഴ്സലോണൻ്റെ മാനേജർ പറഞ്ഞാൽ ജോണിലെ പോട്ട. എന്താ പറയുക, നമ്മൾ റയലിൻ്റെ മാനേജർ പറഞ്ഞാൽ പേരേസ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഓരോ ടീമിനും മാനേജ് ചെയ്യും. നമ്മൾ മാനേജേഴ്സായിട്ട് നമ്മൾ ഓരോരോ ആൾക്കാരെ സൈൻ ചെയ്യുക. അത് നീ പോയാൻ കൊടുത്തിട്ടാണ് ജീപ്പ് എടുത്തിട്ടാണെന്നൊക്കെ അപ്പോൾ വെച്ചേ അറിയുള്ളൂ. അത് സൂപ്പർ ലീഗ് വരാൻ സാധ്യതയുണ്ട്, റൂമറാണ്. അപ്പോൾ റൂമറായാൽ ചിലപ്പെങ്കിലേ വരും, ചിലപ്പെങ്കിൽ വരില്ല എന്നുള്ള രീതിയിലാണ്. എന്തൊക്കെയാലും വാക്സിൻ എനിക്കറിയില്ല അപ്പോൾ വാക്സിൻ അതിനനുസരിച്ചാവും ആൾക്കാരൊക്കെ നോക്കിയിട്ട് ആവും. പിന്നെ ഇപ്പം മെയിനായിട്ടൊന്നും ഇല്ല. എന്നൊക്കെ നമുക്ക് ഒരു മൈ ലീഗല്ല നമ്മളെ ലീഗ്. നമുക്ക് അതിൽ എൻ്റെ ഒരു കീ മാച്ച് ഉണ്ടല്ലോ, എൽ ക്ലാസിക്കും കൂടെ ആകുമ്പോൾ കഴിഞ്ഞല്ല കഥ. കളിച്ച് നോക്കാമല്ലോ അല്ലേ, ലെജൻഡത്തിന് അടിച്ച് കളിക്കാം. കമൻറ്റ് ചെയ്യട്ടോ, ലെങ്ത്ത് കുറക്കണം എന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്യും. അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് മാത്രമാക്കി കാണിച്ചാൽ മതിയോ അതോ ഇനി വേറെ എന്തെങ്കിലും കാണിക്കണം? അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്ത് ഹൈലൈറ്റ്സ് മാത്രം കാണിച്ചാൽ മതിയോ അതൊക്കെ നമുക്ക് മതിയാം. ഗൈസ് ഇത് മാഡ്രിഡിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എങ്കിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് സാന്റിയാഗോ അല്ല, ഈ ഫുട്ബോൾ സ്റ്റേഡിയം തന്നെയാണ്. ഞാൻ വിചാരിച്ച സാന്റിയാഗോ ബെർണാബിയോ എന്നൊക്കെ പറഞ്ഞു. ഒന്നുമില്ല, ഇതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തൊക്കെ നടക്കുന്നത് നോക്കാം. ഓ ഗൈസ് ഇത് നമ്മൾ എൽ ക്ലാസിക്കോ ആയതുകൊണ്ടാണ് എല്ലാതും ഉണ്ട്. ക്യാമറ കാണിക്കുന്നു, കൈയടിച്ച് പോകുന്നതും എല്ലാതും ഉണ്ട്. കൈയടിച്ച് ഇങ്ങനെ പോകുന്നു. ഓ റയൽ മാഡ്രിഡിൻ്റെ ഫാൻസിനെ വരെ കാണിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് ആ എന്താ പറയുക, നമ്മൾ കൂടിയൊക്കെ പിടിച്ചിരിക്കണ അടുത്ത് ആ സാധനമൊക്കെ പിടിച്ചിരിക്കണമൊക്കെ കാണിക്കുന്നുണ്ട്. അത് കാണണ്ടാവും. പിന്നെ വേറെ മാഡ്രിഡിനെ ടച്ച് എടുക്കുന്നത് പിന്നെ ഓരോ ഹോമല്ലേ, ടച്ച് ഓർക്കുള്ള തന്നെയല്ലേ. ലെങ്ത്ത് ഓർക്കണമെങ്കിൽ അവർക്ക് പറയാം, നമ്മളതിനനുസരിച്ച് ചെയ്യും. ദീൻ ഹൊയ്സൺ ഓരോ ടീമാട്ടോ. അപ്പോൾ ഫുള്ള് ഒരേക്കലാണ് കളി നമ്മൾ കളിക്കുന്നത്. പോയിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ബോൾ തൊട്ടാൻ പറ്റിയില്ല. ഇതാ വരണേ അടുത്ത പിള്ളേർ. ഇപ്പോൾ ഒരു വെടിക്കെട്ട് ഷോട്ട് എംബാപ്പേൻ്റെ ഇല്ല, ക്രോസ് ഗോൾ. കളി തുടങ്ങി 5 മിനിറ്റ് 4 മിനിറ്റ് ആയില്ല, അപ്പോൾ തന്നെ നമുക്ക് ഗോൾ നിങ്ങേണ്ട അവസ്ഥ വന്നിട്ട് എംബാപ്പ എല്ലാം അവിടെ വെച്ചു. എംബാപ്പ പിന്നെ റിയൽ ലൈഫിൽ സെൽഫിഷ് ആയിരുന്നെങ്കിലും ഇപ്പോൾ അതിനനുസരിച്ച് ആണ് കഴിക്കറില്ല. എന്നാലും ഞാൻ വിചാരിച്ച് ഫിനിഷ് ചെയ്യുന്ന, പക്ഷേ അവിടുന്ന് എംബാപ്പ ഒരു ക്രോസ് എടുത്ത് ക്യാൻറ്റോണ ഞങ്ങൾക്ക് കളിച്ച് കിട്ടിയാൽ മതി. ക്യാൻറ്റോണാണ് നമ്മളെ ഗോളടി വീരൻ. ഒരാൾ എംബാപ്പെ ഗോളടിക്കാതെ നോക്കണം നമ്മൾ. എംബാപ്പെ 5 ഗോളായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. റൗളിനെ കേട്ടാണ് ഞാൻ മറന്നു ഗൈസ്. ജിമനാസ് ഹൊയ്സൺ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കണ് മറക്കാതെ ചെയ്യട്ടോ. കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിരാശയാണ് ഗൈസ്, ഒന്നും ഇതാവണില്ല. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ കുറവാണ്. നിങ്ങൾ ചെയ്തിട്ട് വരിക ഗൈസ്. എംബാപ്പെ കിലിയൻ എംബാപ്പേനെ ഗോളടിക്കാൻ സമ്മതിക്കൂല പറയാൻ സമ്മതിക്കൂല. കമവീങ്ക ഗൈസ് അവിടെ കമവീങ്ക തന്നെ അവർക്ക് വേണ്ടി 2 ഗോൾ അടിച്ചാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നണേ എൽ ക്ലാസിക്കോ ഇത് റിയൽ ഭാഗ്യം. നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ എനിക്ക് കഴിയില്ല വയസ്സ് താങ്ങാൻ കഴിയില്ല. 2-0 പൊട്ടിയാക്കണം, ഊക്കും താങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ രീതിയിലാവും. പിന്നെ എന്തൊക്കെയായാലും ലെജൻഡാണ്, കീ മാച്ചാണ്, അതിനനുസരിച്ചുള്ള കളി വരയ്ക്കുന്ന വരും. ഗൈസ് ഒലിവർക്കാൻ എന്തുണ്ടാക്കാനും അവിടെ നിൽക്കുന്നത് മനസ്സിലാവില്ല.
മൂന്നാമത്തെ ഗോളാണ് അടിക്കടെ അങ്ങനെ. നമുക്ക് എന്തായാലും സബ് ഇറക്കാം. വല്ലതും നടന്നാലോ? സബ് ഇറക്കാം. അവർക്ക് ഞങ്ങൾക്ക് തീരും പോരാ. നമുക്ക് അബ്ബിയാട്ടിനെ അവിടെ ഇറക്കാം. കീപ്പറിനെ മാറ്റാം. പിന്നെ റൗളിനെ മാറ്റണം. ക്രിക്കറ്റിനെ മാറ്റാം. അവിടെ മെസ്സിനെ ഇറക്കാം. ക്രിക്കറ്റ് പോരാ, ഫുൾ ഫോം കാണിക്കുന്നുണ്ട്, പോരാ കളിന്ന്. പിന്നെ റോബേർട്ട്സ് വേണ്ട. റിസാൽ ഇറങ്ങിക്കോട്ടെ. ബ്ലിച്ചല്ല, കുറച്ച് ബ്ലിച്ചൊക്കെ നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ലെവൻഡോസ്കി അതും റെഡി. വാ ലെവൻഡോസ്കി SS അല്ല, സെൻറ്റർ ഫോർവേഡ്. നമുക്ക് നോക്കാം. ഇതൊക്കെ ആയാലും കണ്ടല്ലോ. സ്ലീവ് ഇറങ്ങിയിട്ടുണ്ടോ? അതാണ് ആകെയുള്ളൊരു ആശ്വാസം. ക്രിക്കറ്റിനെക്കാട്ടും കളിക്കുമോ ചോദിച്ചാൽ വേണമെങ്കിൽ കളിക്കും, അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഇറക്കലൊക്കെ ക്രിക്കറ്റിനെ, കാരണം എന്താ വെച്ചാൽ മെസ്സി എല്ലാ പ്രാവശ്യം ഇറങ്ങേണ്ട ആളാണ്. അപ്പോൾ പിന്നെ അത് ചേഞ്ചൊക്കെ വരുത്താൽ മെസ്സിനെ എങ്ങനെ ഇറക്കിക്കൊണ്ട് ഒരാൾ തന്നെ ഞങ്ങൾ പില്ലി ഇറക്കിക്കൊണ്ട് ഞങ്ങൾക്കൊന്ന് മടുക്കും. അയാൾ റിയൽ ലൈഫിൽ അയാളോടുള്ള ഇഷ്ടമൊന്നും പോകില്ല, പക്ഷെ അയാൾ തന്നെ എപ്പോഴും ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ഇത് തോന്നും. അതുകൊണ്ട് ഞാനൊന്നും മെസ്സിനൊന്നും ഇതാക്കിയത്. പക്ഷെ എന്നാലും മെസ്സി ഇറങ്ങും. മെസ്സി ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങും, ഇറങ്ങേണ്ട അടുത്ത് ഇറങ്ങില്ല. അപ്പോൾ ഇവിടെ ഇറങ്ങേണ്ട ആവശ്യം വന്നു, ഇറക്കി. ഇത് നമ്മൾ ക്യാൻറ്റോണനെ കൊണ്ട് തന്നെ ഗോൾ അടിപ്പിക്കണമെന്നൊന്നുമില്ല. ഇത് അങ്ങനത്തെ കളിയല്ല. കാരണം എന്താ വെച്ചാൽ കളി പൊട്ടിയാലേ പ്രശ്നം. ഇത് ഈ ചാനൽ ക്ലാസിക്കോ സ്ലിയോ മെസ്സിയിലോട്ട് ഒന്നൊന്നര ത്രൂ ആണ്. മെസ്സിക്ക് അങ്ങനെ ഓടിയെടുക്കാൻ കഴിയില്ല. ജസ്റ്റ് മിസ്, വരക്ക് ഇഞ്ചോടിഞ്ച്. വേറൊക്കെ ആരാണെന്ന് കണ്ടറിയാം, അത്രേ ഉള്ളൂ. ചൗമനി, ദീൻ സോയിസൺ, ലിയോ അപ്പോൾ ചൗമനി എവിടെ നിന്നൊക്കെ കീറി വരുന്നവർ എനിക്ക് ഫീലാവണേ. മെസ്സിനെ കൂടെ ഒരു ഗോൾ അടിക്കാൻ നിൽക്കുമ്പോഴാണ് ചൗമനി എവിടെ നിന്ന് കീറി എന്ന് കാലിടുകയാണ് നടക്കണേ. ഗൈസ് കൊഞ്ചാലോ കാശിയോ ഗുള്ളർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷം അങ്ങനത്തെ ഷോട്ട് കൊടുത്തിട്ടില്ല. ഗൈസ് ആണെന്ന് എനിക്ക് ഡൗട്ട് ഇട്ടിട്ടാ. ലാഗ് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇങ്ങനെ വന്ന് പോകണമാതിരി. എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കീ മാച്ചിൻ്റെ ഒരു സീക്രട്ട് നിർബന്ധമുള്ളതുകൊണ്ടാണോ എനിക്കറിയില്ല. എനിക്ക് മിക്കവാറും കളി പൊട്ടാൻ നല്ല സാധ്യതയുണ്ട്. അബ്ബിയാട്ടി കളിക്കുന്നത് ഒരു വർക്കാനും കളി കളിച്ചിരുന്നു ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ അർദ്ധക്കുള്ളർ കണ്ടുള്ളൂ ഗൈസ്. ഇനിയിപ്പോൾ ക്യാൻസലൊക്കെ ഇടും, കളിക്കൂല. അതൊരു ചോയ്സ് ടൈം വെച്ച് എനിക്ക് തോന്നുന്നു. അർദ്ധക്കുള്ളർ ജിമിനസ് പോസ്റ്റ് ഒരു 1.5 ഹെഡ് ഞാൻ അബ്ബിയാട്ടി ഒതുക്കുകയാണ്. ലെവൻഡോസ്കി 3 മിനിറ്റാണ് എക്സ്ട്രാ ടൈം ഉള്ളത്. ഈ 3 മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ചെയ്യാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. വീങ്ക ഫോറിനർ വീണ്ടും ഇതൊന്നും എടുക്കാൻ പോകില്ല. ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഒന്ന് പെട്ടെന്ന് എടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ. എന്ത് കഷ്ടമാണ് ഇക്കളി. മിക്കവാറും 3 മുടക്കന്നെ കിട്ടും. അവിടെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ എനിക്ക് മനസ്സിലാവില്ല. അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞ് കിട്ടിയാൽ മതി, സമാധാനമായിരുന്നു. ഞാൻ കഴിയായിരിക്കും. നമുക്ക് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നമുക്കുള്ള ഇതേ ഉള്ളൂ. പക്ഷെ ഇത് ലെജൻഡും ആണ്. കീ മാച്ച് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള കളി വേറെ ഒരു ഇറക്കും. അതുകൊണ്ടാണ് ലെജൻഡ് അല്ലാണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞ് തീർക്കേനു. പക്ഷെ ലെജൻഡറി കളിയായി പോയി. നമുക്കൊരു കളിയും കൂടി ഉണ്ടാവും ഒരു കീ മാച്ച് അല്ലാതെ. ഇത് ഒരവസാനമാണ് എനിക്ക് ഉറപ്പാണ്. ഗായ്സ് ഡേവോ ഫോർലാൻ കിട്ടിയില്ല. ഓരോ എംബാപ്പെ, ഇതാണ് എനിക്ക് പ്രശ്നം. ഓരോ എംബാപ്പെ എന്ത് കളിയടാ. ഹുയ്സൺ റൈക്കാർഡ് റിസാൽ. ഇനി റിസാലിൻ്റെയൊക്കെയാവും കുറച്ചൊരു ബ്ലിറ്റ്സ് മണക്കുന്നു.
ബ്ലിച്ച പറയില്ല, വെറുതെ ഒരു അടി. ബ്ലിച്ച് എനിക്ക് തോന്നിയത് ബ്ലിച്ച് പോരേണം, ആ ഇത് പോരേണം. നാളോ അല്ലെങ്കിൽ മറ്റന്നാളോ ആകുമ്പോൾ ബ്രിസാലോ അവിടുന്ന് കീരും ഗൈസ്. പിന്നെ നെയ്മർ ജൂനിയർ എന്ന് പറഞ്ഞൊരു പ്ലെയറിൻ്റെ ഗ്രാം, പിന്നെ ഫുള്ളും കനവേരോ എംബാപ്പെ കുറേ നേരെയോ പോണ്. പ്രാവശ്യം കിട്ടിയതാണെന്ന് വിചാരിച്ചത്, ലെവൻഡോസ്കി കിട്ടിയില്ല. കംബാക്ക് ഞാൻ മണക്കുന്നില്ല, കംബാക്കിന് സാധ്യതയില്ല ഗൈസ്, കഴിയുന്നേ തോന്നുന്നില്ല. ലെവൻഡോസ്കി അത് നല്ലൊരു പാസ്സായിട്ട് എനിക്ക് തോന്നിയത്. മെസ്സി പിന്നെ എടുക്കാതെ പോലല്ലോ, കരേരാസ് എടുത്തിട്ടുണ്ട് മെസ്സിൻ്റെ ഇരിക്കുന്നത്. കമാവീങ്ക ഇടാവിടാ, കമാവീങ്ക ദീൻ ഹുയ്സൻ വറോള സെൻസിയോ കഴിഞ്ഞതാ. ഇത് ഒരു നല്ല പൊസിഷൻ ഗെയിം കളിച്ചാണ് മെല്ലെ ടക്ക് ചെയ്യുക. എനിക്കിത് പൊസിഷൻ ഗെയിമായിട്ടല്ല തോന്നണേ, കിക്ക് കൗണ്ടറായിട്ട് എനിക്ക് തോന്നണേ. മെല്ലെ മെല്ലെ അങ്ങനെ പാസ് എടുത്ത് അങ്ങനെ കൊണ്ടുപോയി ടീം, അതാണ് എനിക്ക് തോന്നുന്നത്. എംബാപ്പെ 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 അത് നല്ലൊരു അടിയാണ്ട്. എൻ്റെ വക കൈയടി ഞാൻ കൊടുക്കുന്നതാണ്. അബ്യാട്ടി ഒഴിവാക്കാൻ, അബ്യാട്ടി ഒഴിവാക്കാൻ ഗൈസ്, അബ്യാട്ടി എന്ന് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അത് ക്യാനോൺ എടുക്കുമല്ല, ആരെടുക്കാൻ? ചോമിനെടുത്തു. റോഡ്രിഗോ 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 ഇസ് റോഡ്രിഗോ 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 ഓ ഗൈസ്, വിനീഷ്യസ് ജൂനിയർ. അത് അബ്യാട്ടി, അത് ബോൾ വെക്കാനാണെങ്കിൽ മെല്ലെ ഡൈവ് ചെയ്തിട്ട് ബോൾ പോസ്റ്റിക്കും പോകും, ഇത്ര ഉണ്ടാവുള്ളൂ. കംബാക്കൊന്നുമില്ല, എത്രയും ഇട്ട് പൊട്ടുക, അതാണ് ഈ കളിത്തത്. 3-0 ഇട്ട് പൊട്ടിന് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു റയൽ മാഡ്രിഡ് സാധാരണ ടീം അത്രയേ ഉള്ളൂ. സാധാരണ ടീം ആവും നമുക്ക്, ഇപ്പോഴല്ല, കുറച്ച് കൂടെ കഴിയട്ടെ, ഇപ്പം തന്നെ ആവാൻ സാധ്യതയില്ല. ലെവൻഡോസ്കി അവിടെ എന്ത് കളിയോടെ വരെ സെൻറ്റർ ബാക്കൊക്കെ തന്നെ. അർദ്ധ നമുക്ക് ഇനി തൊട്ട് ടോപ്പ് പ്ലെയറിലിട്ട് കളിക്കാം, അതാണ് നല്ലത് എനിക്ക് തോന്നുന്നത്. പിന്നെ വിജയം ഉണ്ടാവും, ആണെങ്കിൽ ഗോളും ഉണ്ടാവും. കാരണം നോക്കിയാൽ അത് നിന്നിട്ട് ഞാൻ മൂഞ്ചി തന്നെ പറയണം. വിനീഷ്യസ് ഇതെന്ത് കഷ്ടം ഗൈസ്, ലാഗ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് കാണണ്ടോ ലാഗ് ചെറുതായിട്ട്? പോയി എന്ത് ലാഗാ ഗൈസ്. അബ്യാടിയൊക്കെ ബോൾ കിട്ടുമ്പോൾ വിറക്കണമായി, കൈയല്ല അബ്യാടിൻ്റെ കൈ കാണില്ലേ? നിങ്ങൾക്ക് കാണണ്ടാവും, കാര്യം കാണാതെ ഒന്നുമില്ലല്ലോ. കളി നമ്മൾ 3 മുടക്ക് ഐശ്വര്യമായിട്ട് നല്ല അന്തസ്സിൽ പൊട്ടിയിട്ടുണ്ട്, നല്ല അന്തസ്സായി പോയി. സെൻസേറിയൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് പോയി കൺട്രോളിന് പോയതാണ്. നാളെ പിന്നെ മൈലീഗ് തന്നെ കളിക്കണമെന്നില്ല ഗൈസ്, വേറൊന്നുമല്ല ഇതാവും കളിക്കുക. നമ്മൾ 7ാം സ്ഥാനത്ത് പോയി, നമ്മൾ കംബാക്കാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ട. 7th ഫെയിൽഡാണ്, 7th 8th മത്സരമുണ്ട്. ഇതൊക്കെയല്ലേ നമ്മൾ നാളെ കളിക്കും. നാളെ പിന്നെ മൈലീഗ് ആവില്ല കളിക്കുക. നാളെ എന്തൊക്കെ വരും അതിനെക്കുറിച്ചൊക്കെ ഉള്ള റിപ്പോർട്ട്സും ഈവൻസ് PVPയും ഈ ഫുട്ബോൾ ലീഗുള്ള പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ആരൊക്കെ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ ഫോട്ടോ കാണിച്ചതല്ലോ, പ്ലെയർ ഓഫ് ദി വീക്ക് ഈ 3 ആണ്. ആ 3 ആളാണ് വരിക എന്നുള്ള ഉറപ്പാണ് ഗൈസ്. പിന്നെ ആ 3 ആൾ ആരൊക്കെയെന്ന് നമുക്ക് കണ്ടെത്തണം, അല്ലെങ്കിൽ കണ്ടറിയാം. പിന്നെ സൂപ്പർ ലീഗ് വരാൻ റൂമറായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരില്ല, നമുക്ക് ഡൗട്ടാണ്. അങ്ങനെ വരണമെന്നില്ല. പിന്നെ നെയ്മർ അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് കണ്ടോളൂ, ഇതിലുണ്ടാവും. ഓരോ കളി കളിച്ചതിനനുസരിച്ച് ഓരോന്ന് കൂടും. ചിലവരുണ്ടാവും ഒന്നും പോലെ കളിക്കാത്തത്, ഗോൾഡൻ ഗോൾ കളിച്ചാൽ മതിയിട്ട് ആൾക്കാരായിട്ട്. എന്തൊക്കെയായാലും ഇത്രയായാലും ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബൈ ബൈ.